ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മലബാറിൻ്റെ സ്പെഷ്യൽ സ്നാക്കായ ഇറച്ചിപ്പത്തിരിയാണ്. ഇതൊരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കാണ് കേട്ടോ. ഔട്ട് സൈഡ് നല്ല ക്രിസ്പിയും ഇൻസൈഡ് നല്ല സ്പൈസി മസാലയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ നമുക്കിനി ഇറച്ചിപ്പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതൊക്കെയാണ് കേട്ടോ ഇൻഗ്രീഡിയൻസ്. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കനെ വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ഇടുക. ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സോൾട്ട്, ഇതിലോട്ട് 1/4 കപ്പ് വെള്ളവും ചേർത്ത് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. ഇതിനെ നമുക്കൊരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഇത് കുക്കാവും. ഇത് ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം നമുക്ക് കംപ്ലീറ്റ് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ക്രഷ് ചെയ്തെടുക്കാം. ഈ ക്രഷ് ചെയ്ത ചിക്കനെ നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ടൊരു കടായി എടുക്കാം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ എടുക്കാം, പക്ഷെ കുറച്ചുകൂടി ടേസ്റ്റ് കോക്കനട്ട് ഓയിലാണ്. ഇതിലോട്ട് 2 മീഡിയം സൈസ് സവാള കനം കുറഞ്ഞ് അരിഞ്ഞത്, ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കിതിനെ വഴറ്റിയെടുക്കാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്, അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പിടണം. ഇതിനെ ഒരു 2 മിനിറ്റ് സോട്ട് ചെയ്യാം. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനെ ഒരു 30 സെക്കൻഡ് വഴറ്റുമ്പോഴത്തേക്കും ഇതിൻ്റെ പച്ചമണം മാറിക്കിട്ടും. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് ഒരു 3 പച്ചമുളക് ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. ഇനി ഇത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതിപ്പം നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇപ്പം മസാലയുടെ പച്ചമണമൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ക്രഷ് ചെയ്ത ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. കാരണം മസാലയും ചിക്കനൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് വരണം. ഇതിപ്പം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് മല്ലിയില ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. ഇനി മല്ലിയില കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഡോ മേക്ക് ചെയ്യാം. അതിനായിട്ട് ഞാൻ 2 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തത്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുക്കാം. ഇനി ഇതിനെ കൈകൊണ്ടോ സ്പൂണ് കൊണ്ടോ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം ഓയിലും സോൾട്ടും എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുക്കണം. ഇത് നല്ലപോലെ കുഴച്ച് നല്ല സോഫ്റ്റായിട്ടുള്ള ഡോ മേക്ക് ചെയ്യാം. ഡോ എത്ര സോഫ്റ്റാണോ അത്രത്തോളം നമ്മൾ ഇറച്ചിപ്പത്തിരിയുടെ ടേസ്റ്റ് കൂടും. അപ്പം നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഇതിന് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഓപ്ഷനിലാണ് കേട്ടോ. ഇനി ഡോയിൽ നിന്ന് ഒരു മീഡിയം പോർഷൻ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം. പരത്തുമ്പോൾ നല്ല കട്ടി കുറഞ്ഞ് പരത്തണം, കാരണം എന്നാലേ ക്രിസ്പിനെസ് ഉണ്ടാവുള്ളൂ. ഞാനിത് ഈ വലിപ്പത്തിലാണ് പരത്തിയത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര വലിപ്പത്തിലും പരത്താം കേട്ടോ. ഇനി ഇതിനെ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് എത്ര റൗണ്ട് ഷേപ്പ് കിട്ടുമോ അത്രത്തോളം കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇനി എല്ലാ റൗണ്ട് ഷേപ്പ് നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാം, ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും പെട്ടെന്ന്. ഇനി ഇതിൽ നിന്ന് ഒരു റൗണ്ട് ഷേപ്പ് എടുത്ത് അതിലോട്ട് 1 സ്പൂൺ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേറെ റൗണ്ട് ഷേപ്പ് എടുത്തിട്ട് അതിനെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ സൈഡൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ മസാല പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് കംപ്ലീറ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് ഇതുപോലെ പ്രസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ഫോർക്ക് കൊണ്ട്. ഞാനിത് കംപ്ലീറ്റ് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ബാക്കിയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഓയിൽ ചൂടാക്കാൻ വെക്കാം. ഓയിൽ നല്ലപോലെ ചൂടാവുമ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കണം. ഇതിനെ 1-2 തവണ തിരിച്ചും മറിച്ചും ഇടുമ്പോഴത്തേക്ക് തന്നെ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ ഇറച്ചിപ്പത്തിരിയൊക്കെ നല്ല പോലെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ കഴിക്കാം. അപ്പാണ് ഇതിന് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.